ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മോഡലിനെ കുറിച്ചാണ്. ഇതിൻ്റെ പേര് ഫോക്സ് ബിഹേവിയറൽ മോഡൽ എന്നാണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഫോഗ് പറയുന്നത്. പലപ്പോഴും നമ്മളുടെ പല അസൈൻമെൻറ്റ്സിലും ഉപയോഗിക്കാറുള്ള ഒരു മോഡൽ കൂടിയാണ് ഈ ഫോക്സ് ബിഹേവിയറൽ മോഡൽ. എല്ലാ സ്ഥലങ്ങളിലും ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിലും ചില പെർട്ടിക്കുലർ കേസസിൽ ഫോക്സ് ബിഹേവിയറൽ മോഡൽ വളരെ ആപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സംഭവം എന്നുള്ളത് നോക്കാം. ഒരു കസ്റ്റമറിൻ്റെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളിൽ ആദ്യത്തേത് മോട്ടിവേഷനാണ്. അയാൾ എത്രമാത്രം മോട്ടിവേറ്റഡ് ആണ് ഒരു കാര്യം ചെയ്യാൻ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് എത്രമാത്രം അയാൾക്ക് നീഡുണ്ട്, എത്രമാത്രം അയാളെ അത് ചെയ്യണമെന്നുള്ളത് ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള കേസസിൽ ആക്ച്വലി നമ്മൾ 1 to 10 എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് സ്കെയിലിൽ അയാൾക്കുള്ള മോട്ടിവേഷൻ, ആ ഒരു സാധനം പർച്ചേസ് ചെയ്യാനുള്ള അയാളുടെ മോട്ടിവേഷൻ, അയാളുടെ ഒരു കാരണത്തെ നമ്മൾ റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് എബിലിറ്റിയാണ്. എത്രമാത്രം അയാളത് ആ ഒരു പർച്ചേസ് നടത്താൻ ഏബിളാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ പൈസയുടെ കാര്യത്തിലാവാം, ഒരുപക്ഷെ ഈസിനെസ് അഥവാ കൺവീനിയൻസിൻ്റെ കാര്യത്തിലാകാം. അപ്പോൾ അയാൾ അത്യാവശ്യം ഏബിൾ ആണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ 10 മാർക്ക് കൊടുക്കാം. അതായത് വളരെ ഈസി ആയിട്ട് അയാൾക്കത് പർച്ചേസ് ചെയ്യാം. അയാളുടെ ആവശ്യത്തിന് പണമുണ്ട്, അയാൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ 8, 9, 10 ഒക്കെ കൊടുക്കാം. ഇനി അടുത്തത് ട്രിഗേഴ്സ് ആണ്. എന്താണ് അയാളെ ട്രിഗർ ചെയ്യുന്നത്? ആ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആവശ്യമൊക്കെ ഉണ്ട്, അയാൾക്ക് ഏബിളുമാണ്. പക്ഷേ എന്തായിരിക്കും അയാൾക്ക് ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യുന്നത്? അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അർജൻസി ഇല്ലെങ്കിൽ ആൾക്കാർ പിന്നീടാകാം എന്നങ്ങ് തീരുമാനിച്ചു കളയും. ഈ 3 കാര്യങ്ങളുടെയും ആകത്തുക സാധാരണഗതിയിൽ പറയുന്നത് ബിഹേവിയർ ഈസ് ഈക്വൽ ടു മോട്ടിവേഷൻ into multiplied by the ability multiplied by the triggers എന്നുള്ളതാണ്. അപ്പോൾ ഓരോന്നിനും 10 മാർക്ക് കൊടുത്തതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഒരാൾ ഒരു ഓൺലൈൻ കോഴ്സിന് ചേരാനായിട്ട് തീരുമാനിക്കുന്നു. ഒരു കോഴ്സാണ്, ഇംഗ്ലീഷ് പഠിക്കാനുള്ളൊരു കോഴ്സാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത് പുള്ളിക്ക് വലിയ ആഗ്രഹമാണ്. കാരണം പുള്ളിക്ക് ഇംഗ്ലീഷ് അത്ര കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ്. അദ്ദേഹത്തിന് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, മോട്ടിവേഷനുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് 6 മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. മോട്ടിവേഷനുണ്ട്, ഭയങ്കരമായ മോട്ടിവേഷനല്ല, ആവശ്യമാണ് എന്നുള്ളത് പുള്ളിക്ക് അറിയാം. അപ്പോൾ ഒരു ആവറേജിൽ ഒരല്പം കൂടുതലാണ്, 6 മാർക്ക് നമ്മൾ കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് എത്ര ഈസിയാണ് ഈ കോഴ്സിന് ചേരാനായിട്ട്, അതുപോലെ ഈ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് വളരെ കൂടുതലാണോ കുറവാണോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചേരാൻ സാധിക്കുമോ, അതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് വലിയ ചിലവൊന്നുമില്ലാതെ ചേരാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 8 മാർക്ക് കൊടുക്കാം ഈ പറയുന്ന എബിലിറ്റിക്ക്. ഈ വിളിക്കുന്ന ആൾക്ക് പൈസയുടെ വലിയ പ്രശ്നവുമില്ല എന്ന് വിചാരിക്കുക. വളരെ എളുപ്പത്തിൽ ഒറ്റ ഫോൺ കോൾ കൊണ്ട് തന്നെ നമുക്ക് ആ കോഴ്സിൽ ചേരാം, അല്ലെങ്കിൽ ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 8 മാർക്ക് നമുക്ക് കൊടുക്കാം. ഇനി ട്രിഗർ എന്ന് പറയുന്നത് എന്താണ്? ട്രിഗർ ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു ഓഫർ ആയിരിക്കാം. പെട്ടെന്ന് വിളിച്ചിട്ട് പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 20% ഓഫർ ഈ കോഴ്സിനുണ്ട് എന്ന് പറയുന്നു. ആ സമയത്ത് പെട്ടെന്ന് ആൾക്കാർക്ക് ട്രിഗർ ചെയ്യുന്നു, ഇത് മേടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ്. കാരണം പലപ്പോഴും നമ്മൾ ബിഗ് ബസാറിലോ, പണ്ടൊക്കെ ബിഗ് ബസാറിൽ മുമ്പ് വെനസ്ഡേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ആ ദിവസം മാത്രം നിൽക്കുന്ന ഒരു ഓഫർ, അല്ലെങ്കിൽ പലപ്പോഴും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ രാത്രി 12 മണി മുതൽ 2 മണി വരെ മാത്രം നടക്കുന്ന ഓഫർ എന്നൊക്കെ പറയുമ്പോൾ അത് ഈ പറയുന്ന ട്രിഗറാണ്. ആ സമയത്ത് മാത്രമേ അത് എക്സ്ക്ലൂസീവായി കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കലാണ്. അത് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് ഇന്ന് മാത്രമുള്ള ഓഫറാണ്, 20% ഓഫറാണ് എന്ന് പറഞ്ഞ ഒരു ട്രിഗർ കൂടി കിട്ടുന്നു. അപ്പോൾ 9 മാർക്ക് ട്രിഗറിന് കൊടുക്കാം. ട്രിഗർ ഇല്ലെങ്കിൽ മാർക്ക് കുറയും കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങളെയും നമ്മൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യാണ്. അതായത് 6 മൾട്ടിപ്ലൈഡ് ബൈ 8 മൾട്ടിപ്ലൈഡ് ബൈ 9 നമുക്ക് കിട്ടാൻ പോകുന്നത് 432, 432 എന്നാണ്. ആക്ച്വലി 3ഉം 10 മാർക്കായിരുന്നെങ്കിൽ എത്ര കിട്ടുമായിരുന്നു? 10 × 10 × 10 1000 കിട്ടുമായിരുന്നു. അപ്പോൾ ഔട്ട് ഓഫ് 1000 ആണ് 432 കിട്ടിയിരിക്കുന്നത്. പക്ഷേ 432 അത്യാവശ്യം ലൈക്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് അയാൾ മേടിക്കാനുള്ള സാധ്യത അത്യാവശ്യം കൂടുതലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനിയിപ്പോൾ എല്ലാത്തിനും 5 ആയിരുന്നു കിട്ടിയിരുന്നെങ്കിലോ, 5 എന്ന് പറയുമ്പോൾ ആവറേജ് സ്കോറാണ് എല്ലാത്തിലും, ഒരു സാധാരണ വളരെ നോർമൽ ആയിട്ടുള്ള റെസ്പോൺസ് മാത്രമാണ്. അപ്പോൾ 5 × 5 25 × 5 125 അല്ലേ? അപ്പോൾ വളരെ നോർമൽ ആയിട്ടുള്ള സാധ്യതയാണെങ്കിൽ 125 മാത്രമാണ് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് 125 കൂടുതലാണെങ്കിൽ വാങ്ങാനുള്ള ചെറിയ സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 125 നിന്ന് 432 അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ 432 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു
നമ്പറാണ്. ഈ ഒരു നമ്പർ ഉപയോഗിച്ച് ആളുകളുടെ ഇൻട്രസ്റ്റിനെ വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ അപ്പോൾ ഒരാളുടെ ബൈയിങ് ബിഹേവിയറിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാം, വാങ്ങാനുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെ കൂട്ടാം? ഒന്ന്, അയാൾക്കുള്ള മോട്ടിവേഷൻ കൂട്ടുക എന്നുള്ളതാണ്, ആവശ്യകത കൂട്ടുക എന്നുള്ളതാണ്, അയാൾക്ക് ഇത് കിട്ടിയേ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇപ്പോൾ വാട്സപ്പ് പോലുള്ള ഒരു ആപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളത് യൂസ് ചെയ്ത് അങ്ങ് പഴകി ശീലിച്ചു പോയി. ഇനി പെട്ടെന്ന് ഒരു ദിവസം വാട്സപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഒരു മോട്ടിവേഷനാണ്, ഒരു ആവശ്യകതയാണ്, ഒരു ആവശ്യകതയായി മാറിയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ചായ കുടിക്കുന്ന കാര്യം. ചില ആളുകളൊക്കെ ചായയിൽ അഡിക്റ്റഡ് ആണ്, ചായ ഇല്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചായ കമ്പനികളും ചായ ബ്രാൻഡുകളും ഒക്കെ ഈ പറയുന്ന അഡിക്ഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അങ്ങനെ മോട്ടിവേഷൻ കൂട്ടുന്നുണ്ട്. മോട്ടിവേഷൻ 6ൽ നിന്ന് 10 ആക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ സ്കോർ കൂടും, ഉറപ്പാണ്. എബിലിറ്റി എന്താ? പലപ്പോഴും പ്രൈസ് കുറച്ചു കൊണ്ടുവരുന്നത്, അഫോർഡബിൾ ആക്കുന്നത് എബിലിറ്റിക്ക് ഉള്ള സാധ്യതകൾ കൂട്ടുന്നു. ഒപ്പം തന്നെ വളരെ കൺവീനിയൻ്റ് ആക്കുന്നത്. ചില സാധനങ്ങൾ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷെ വാങ്ങാൻ ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും, ഒറ്റ ക്ലിക്കിൽ വാങ്ങാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം സ്വിഗ്ഗി, സൊമാറ്റോ, അതുപോലെ ഇപ്പോൾ സൊമാറ്റോയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ബ്ലിങ്കിറ്റ്, ഇതൊക്കെ 10 മിനിറ്റിൽ ഡെലിവറി എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു കൊച്ചി പോലുള്ള മെട്രോ നഗരങ്ങളിലൊക്കെ, കേരളത്തിലൊക്കെ അല്ലെങ്കിൽ പുറത്തുള്ള മെട്രോ നഗരങ്ങളിലൊക്കെ 10 മിനിറ്റിനുള്ളിൽ സാധനം കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം. അവരുടെ കൺവീനിയൻസ് ആണ് പ്രധാനം. അപ്പോൾ അത് എബിലിറ്റിയുമായി കണക്ട് ചെയ്തതാണ്. എബിലിറ്റിയിലാണ് ബ്ലിങ്കിറ്റ് വർക്ക് ചെയ്യുന്നത്. 10 മിനിറ്റ് കൊണ്ട് സാധനം എത്തുന്നു എന്ന എബിലിറ്റി, അത് 10 മാർക്ക് തന്നെ ബ്ലിങ്കിറ്റിന് കൊടുക്കുന്നു. അടുത്തത് ട്രിഗറാണ്. എങ്ങനെ ട്രിഗർ ചെയ്യാൻ പറ്റും? ബ്ലിങ്കിറ്റിനകത്ത് നമ്മളൊരു ഓഫർ കൂടി കാണുകയാണെന്ന് വിചാരിച്ചോളൂ. 50% ഓഫർ ഇപ്പം തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എന്നുള്ളൊരു ഓഫർ കൂടി കണ്ടാൽ യാതൊരു സംശയം വേണ്ട, അതിനും നമ്മളൊരു 10 മാർക്ക് കൊടുക്കുന്നു, ഉടനെ തന്നെ ഓർഡർ ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു കൺസ്യൂമറിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് അയാളുടെ മോട്ടിവേഷൻ്റെയും എബിലിറ്റിയുടെയും ട്രിഗറിൻ്റെയും ടോട്ടൽ പ്രൊഡക്റ്റാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ ഇനി നിങ്ങളുടെ സർവീസോ പ്രൊഡക്റ്റോ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ. എത്രമാത്രം ആളുകൾ മോട്ടിവേറ്റഡ് ആണ്, എത്രമാത്രം ഏബിൾ ആണ്, എത്രമാത്രം ട്രിഗർ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ബൈയിങ് ബിഹേവിയർ, നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ബൈയിങ് ബിഹേവിയർ എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. ഓൾ ദി ബെസ്റ്റ്.